ദുഃഖത്തിൻ സാഗരമധ്യത്തിൽ പെട്ടു ഞാൻ ഉഴലുമ്പോൾ, ദുഃഖത്തിൻ സാഗരമധ്യത്തിൽ പെട്ടു ഞാൻ ഉഴലുമ്പോൾ, നൗകയുമായി നാഥ വന്നിടണേ, ഒരു കര നീ എത്തിച്ചിടണമേ. യേശുവേ 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 കൃപയേകുകിൽ ഈ ജന്മം എത്ര ധന്യമാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടെ ആൾധാരയിലായിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യമായി സ്വർഗീയ ഭോജ്യമായി ഇതാ ഈ അൾത്താരയിൽ സർവശക്തനും സർവാധിപനുമായ ദൈവം നമ്മുടെ കൂടെയായിരിക്കുന്നു. ദൈവത്തിൻ്റെ മഹനീയമായ സാന്നിധ്യത്തെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ ആരാധിക്കാം. ഇത്രമാത്രം കാരുണ്യം ചൊരിഞ്ഞുകൊണ്ട് ദൈവം നമ്മുടെ ചുറ്റുമായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുന്ന ഈ അവസരത്തിൽ കർത്താവിൻ്റെ കാരുണ്യത്തിന് വേണ്ടി പ്രത്യേക യാചിക്കുകയും പൂർണ്ണമായ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ വലിയ മഹത്വത്തിൻ്റെ കീഴിൽ ഏറ്റവും താഴ്മയോടെ നമുക്കായിരിക്കും. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കുന്ന സമയമാണ്. 3 മണി സമയം കർത്താവിൻ്റെ വലിയ കാരുണ്യ മനുഷ്യവംശം മുഴുവനുമായി ദൈവം തുറന്നു വെച്ച സമയമാണ്. അത്രമാത്രം ദൈവത്തിൻ്റെ കാരുണ്യം മനുഷ്യവംശത്തിലേക്കും ലോകസൃഷ്ടിയിലേക്കും മുഴുവനായും കടന്നു വന്ന സമയം. പ്രിയപ്പെട്ടവരെ, അവർ വലിയ ബോധ്യത്തോടെ ദൈവത്തിൻ്റെ ആ വലിയ അനന്ത കാരുണ്യത്തിൽ പൂർണ്ണമായ ആശ്രയം വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ കാരുണ്യത്തെക്കുറിച്ചും ആ കാരുണ്യം നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നതിൻ്റെയും ആവശ്യകതയെക്കുറിച്ച് ധ്യാനിക്കുന്ന സമയമാണ്. തിരുവചനം മുഴുവനും തുടക്കം മുതൽ അവസാനം വരെ നമ്മളോട് ഓരോരുത്തരോടും വളരെ വ്യക്തമായി പറഞ്ഞു വയ്ക്കുന്ന കാര്യമാണ്. ദൈവം ഇത്രമാത്രം കാരുണ്യവാനാണ്, ഇത്രമാത്രം കാരുണ്യം ചൊരിയുന്നവനാണ്. ദൈവം കരുണയാൽ സമ്പന്നനാണ് എന്നുള്ള ഒരു വലിയ സന്ദേശം തിരുവചനത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പുറപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ അതിനുശേഷം നമ്മൾ വ്യക്തമായിട്ട് കാണുന്നത് ദൈവം മോശയോട് വളരെ ഗാഢമായി സംസാരിക്കുന്നുണ്ട്. മോശയോട് ദൈവം സംസാരിക്കുമ്പോൾ മോശ ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ മഹത്വം ഞങ്ങൾക്ക് കാണിച്ചു തരിക. ദൈവത്തിൻ്റെ മഹത്വം കാണുവാനായിട്ട് മോശ ആഗ്രഹിച്ചു പറയുമ്പോൾ ദൈവം പറയുന്ന കാര്യം, എൻ്റെ മഹത്വം നിൻ്റെ മുമ്പിലൂടെ കടന്നു പോകും. കർത്താവ് എന്ന എൻ്റെ നാമം നിൻ്റെ മുമ്പിൽ ഞാൻ പ്രഖ്യാപിക്കുകയും ചെയ്യും. എനിക്കിഷ്ടമുള്ളവനിൽ ഞാൻ പ്രസാദിക്കും, എനിക്കിഷ്ടമുള്ളവനോട് ഞാൻ കരുണ കാണിക്കും. എനിക്കിഷ്ടമുള്ളവനിൽ ഞാൻ പ്രസാദിക്കും, എനിക്കിഷ്ടമുള്ളവനോട് ഞാൻ കരുണ കാണിക്കും. കർത്താവ് വളരെ ശക്തമായി 33-ാമത്തെ അധ്യായം, പുറപ്പാട് 33-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു വയ്ക്കുന്ന കാര്യം ഇതാണ്. വീണ്ടും നമ്മൾ കാണുന്നത് ഇത്രമാത്രം ദൈവം കരുണ കാണിച്ചിട്ടും ഈ ഒരു വലിയ കാരുണ്യം തിരിച്ചറിയാനായിട്ട് സാധിക്കാതെ പോയ ഇസ്രായേൽ ജനതയെ കാണും. കാരണം അത്ഭുതകരമായി ദൈവത്തിൻ്റെ
ആ ഒരു കരസ്പർശം അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടും ഇത്രമാത്രം കരുണ കാണിച്ച ദൈവമാണ് അവരുടെ ദൈവം എന്നുള്ള കാര്യം അവർ തിരിച്ചറിഞ്ഞിട്ടും അത് അവരുടെ ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളൊക്കെ കടന്നു വന്നപ്പോൾ അവർ വളരെ ഭംഗിയായിട്ട് മറന്നുപോയി എന്നുള്ളതാണ് വചനത്തിൽ നമ്മൾ കാണുക. വീണ്ടും കർത്താവ് അവരെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. 34 അധ്യായം 7 തിരുവചനം പറയുന്നു, തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവനാണ്. എന്നാൽ കുറ്റവാളിയുടെ നേരെ കണ്ണടയ്ക്കാത്ത പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് മക്കളെയും മക്കളുടെ മക്കളെയും 3-4 തലമുറയോളം ശിക്ഷിക്കുന്നവൻ. തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവനാണ് ദൈവം. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ വളരെ മനോഹരമായി ദൈവത്തിൻ്റെ സവിശേഷതകൾ വെളിപ്പെടുത്തി തരികയാണ്. ദൈവം തന്നെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. കാരണം തൻ്റെ പ്രിയപ്പെട്ട ജനമായ ഇസ്രായേൽ ജനത്തോട് ദൈവം അരുളി ചെയ്യുന്ന കാര്യം ഇതാണ്: ഞാൻ തെറ്റുകളും കുറ്റങ്ങളും ക്ഷമിച്ച് പാപങ്ങൾ ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കും. പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ ജനതയുടെ തുടക്കം മുതൽ അവസാനം വരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദൈവം ഇത്രമാത്രം കരുണ കാണിച്ച വേറൊരു ജനതയില്ല. എന്തുകൊണ്ടാണ് ഇത്രമാത്രം കരുണ കാണിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിന് ഈ ജനത്തോട്, തൻ്റെ ജനത്തോട് അത്രമാത്രം സ്നേഹമാണ്. ഗാഢമായ സ്നേഹബന്ധത്തിലായിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിൽ ഏറ്റവും വലിയ രഹസ്യം. അതുകൊണ്ട് ആ ഒരു ജനത ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാനായിട്ട് ദൈവം അനുവദിക്കുന്നില്ല. വീണ്ടും വീണ്ടും അവരോട് കരുണ കാണിക്കുകയാണ്. എന്തുമാത്രം തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അവരുടെ അത്രമാത്രം കരുണ കാണിച്ച് ദൈവത്തെ മറന്ന് അന്യ ദൈവങ്ങളുടെ പുറകെ പോയെങ്കിലും തിരിച്ചു വരുമ്പോൾ അവരെ 2 കൈ നീട്ടി സ്വീകരിക്കുന്ന ദൈവമാണ്. അവരെ തിരിച്ചു കൊണ്ടുവരുവാനായിട്ട് പ്രവാചകന്മാരെയും ദൈവദൂതന്മാരെയും ഒക്കെ അയക്കുന്ന ദൈവത്തെ നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ഒരു വചനഭാഗത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിലും ഇപ്രകാരം ദൈവം കരുണ ചൊരിയുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും ദൈവം ഇത്രമാത്രം കരുണ കാണിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ സ്പഷ്ടമായി നമുക്ക് ദൈവവചനം പറഞ്ഞു തരുന്ന കാര്യമാണ്. നിയമാവർത്തനം 4 അധ്യായം 31 തിരുവചനം പറയുന്നു, നിങ്ങളുടെ ദൈവമായ കർത്താവ് കരുണയുള്ള ദൈവമാണ്. അവിടുന്ന് നിങ്ങളെ കൈവിടുകയോ നശിപ്പിക്കുകയോ നിങ്ങളുടെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ഉടമ്പടി വിസ്മരിക്കുകയുമില്ല. പ്രിയപ്പെട്ടവർ, ഇത്രമാത്രം ആഴമായി നമ്മളെ ഓരോരുത്തരെയും, നമ്മുടെ ജീവിതത്തെ ഇത്രമാത്രം വിലയുള്ളതായി കണക്കാക്കുന്നവനാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിൻ്റെ വലിയ കാരുണ്യം സ്വീകരിക്കുവാൻ, ആ ഒരു കാരുണ്യത്തിൻ്റെ കീഴിൽ നമ്മെ തന്നെ താഴ്മയോടെ സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ കാരുണ്യത്തിൽ ആശ്രയിച്ച് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മൾ കരുണയുടെ ജപമാല ചൊല്ലുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്, ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു. കർത്താവെ, ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു. ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ആശ്രയം വയ്ക്കുമ്പോൾ അത് വലിയ രക്ഷയായിട്ട് മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തെ നോക്കിക്കഴിഞ്ഞാലും ജീവിതത്തിൽ സംഭവിക്കുന്നൊരു കാര്യം, പലപ്പോഴും ദൈവത്തിൻ്റെ കാരുണ്യം ഇത്രമാത്രം അനുഭവിച്ചിട്ടും ആ കാരുണ്യത്തിന് ഒരു നല്ല രീതിയിൽ പ്രത്യുത്തരം നൽകുവാൻ പലപ്പോഴും നമുക്ക് സാധിക്കാറുണ്ട്. ദൈവത്തിൻ്റെ കാരുണ്യമാണ് നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞിട്ട് പലപ്പോഴും ആ ഒരു വലിയ ബോധ്യത്തിൽ തുടരുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഓരോ നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ, അനുഗ്രഹങ്ങൾ കിട്ടിക്കഴിഞ്ഞ് ദൈവത്തിന് നന്ദി പറയുന്നവരായിട്ട് മാറുന്നുണ്ട്. ദൈവത്തിന് നന്ദി പറയുമ്പോൾ, കൃതജ്ഞതാ ബലി അർപ്പിക്കുമ്പോൾ, ദൈവം നൽകിയ കരുണയ്ക്ക് നമ്മൾ നന്ദി പറയാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ ധന്യമായിട്ട് തീരും. ആ ഒരു വലിയ തീരുമാനത്തിലും ആ ഒരു വലിയ തിരിച്ചറിവിലും ബോധ്യത്തിലും ജീവിക്കുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും. അതികഠിനമായ പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുക. നമ്മുടെ ഓരോരുത്തരും ജീവിതം നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ജീവിതത്തിലെ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ട്. പക്ഷേ ആ കുറ്റങ്ങളും കുറവുകളുമൊക്കെ സ്നേഹത്തോടെ കരുണയോടെ ക്ഷമിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ആ വലിയ ബോധ്യത്തോടുകൂടെ കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു നടക്കാം. നമ്മുടെ ആത്മീയ ജീവിതം ഈ ഒരു വലിയ ബോധ്യത്തിൽ നിന്നുള്ളവാകുന്ന ഒന്നായി മാറട്ടെ.
കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ലോകമെമ്പാടുമുള്ള സകലരെയും ദൈവത്തിൻ്റെ കരുണയുടെ കീഴിൽ സമർപ്പിക്കാം. നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ കർത്താവിൻ്റെ കാരുണ്യത്തിൽ നിന്നും സ്നേഹത്തിൽ നിന്നൊക്കെ വ്യതിചലിച്ചു പോയിട്ടുള്ളവരെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കും. നമ്മുടെ ജീവിതങ്ങളിൽ സമർപ്പിക്കും. പലപ്പോഴും ദൈവത്തിൻ്റെ ആ ഒരു വലിയ സ്നേഹത്തിൽ നിന്ന് അകന്നുപോയ നിമിഷങ്ങളുണ്ട്. പാപം മൂലം, പാപത്തിൻ്റെ ബന്ധനം മൂലം ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകന്നുപോയ ഓരോ നിമിഷങ്ങളുണ്ട്. ഇവിടെയൊക്കെ കർത്താവെ, നിൻ്റെ കാരുണ്യത്താൽ, നിൻ്റെ കാരുണ്യക്കടലിൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുക. ഓരോ പാപിക്കും അവകാശപ്പെട്ടതാണ് ദൈവത്തിൻ്റെ വലിയ കരുണ. ഓരോ പാപിയോട് ദൈവം കാണിക്കുന്ന ഏറ്റവും വലിയ സ്നേഹമാണ് ദൈവത്തിൻ്റെ കരുണ. നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഏറ്റവും താഴ്മയോടെ കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെ കീഴിൽ നമ്മൾ തന്നെ സമർപ്പിക്കാം. ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് തരുന്ന ഏറ്റവും വലിയ സ്നേഹമാണ് ദൈവത്തിൻ്റെ കരുണ. ഇത്രമാത്രം പാപം ചെയ്തു നമ്മുടെ പാപത്തിൻ്റെ അളവനുസരിച്ച് നമ്മളെ ദൈവം ശിക്ഷിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഭൂമുഖത്ത് പോലും ഉണ്ടാകത്തില്ല. പക്ഷെ ദൈവത്തിൻ്റെ വലിയ കാരുണ്യം നമ്മളെ പൊതിഞ്ഞു പിടിക്കുകയും വലിയ ശിക്ഷയിൽ നിന്ന് നമ്മളെ മോചിപ്പിച്ച് നമ്മളെ രക്ഷിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയാണ്. അപ്പോൾ ആ ദൈവത്തിൻ്റെ കരുണയുടെ കീഴിൽ നമ്മൾ തന്നെ പൂർണ്ണമായി സമർപ്പിക്കും. നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുക. നമ്മുടെ കുടുംബങ്ങളെ ദൈവിക കരുണയുടെ കീഴിൽ പൂർണ്ണമായി സമർപ്പിച്ച് സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ലോകത്തിലുള്ള സകലർക്കും ദൈവത്തിൻ്റെ കരുണ ലഭിക്കുവാനും യഥാർത്ഥ അനുതാപത്തോടെ വീണ്ടും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു നടക്കുവാനായിട്ടുള്ള കൃപ തരണമെന്ന് പ്രാർത്ഥിക്കും. 40-ാം വെള്ളിയാഴ്ചയാണ്. ഈശോയുടെ പീഡാനുഭവത്തെക്കുറിച്ചൊക്കെ ഏറ്റവും അടുത്ത് ധ്യാനിക്കുന്ന ദിവസം. നോമ്പുകാലം തുടങ്ങിയിട്ട് നമ്മൾ 40 ദിവസം പിന്നിടുകയും അത്രമാത്രം ദൈവത്തിൻ്റെ പീഡാനുഭവ രഹസ്യങ്ങളോട് ചേർന്ന് നിൽക്കുന്ന സമയമാണ്. ദൈവം നമുക്ക് വേണ്ടി ചെയ്ത ഇത്ര മഹത്തായ ത്യാഗത്തെ ഓർക്കുവാനും ആ ത്യാഗത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ ജീവിതബന്ധിയാക്കി മാറ്റുവാനുമായിട്ടുള്ള പരിശ്രമം. അതോടൊപ്പം തന്നെ നമ്മുടെ ആത്മീയ ജീവിതത്തെയും ദൈവത്തിൻ്റെ കരുണയുടെ കീഴിൽ സമർപ്പിക്കുക. വിശ്വാസത്തോടെ, ആഴമായ ബോധ്യത്തോടെ കർത്താവിലേക്ക് വരുവാനും കർത്താവിൽ ഉറച്ച് കർത്താവാണ് എൻ്റെ ഏറ്റവും വലിയ ആനന്ദവും സന്തോഷവും എന്നുറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്യും. ഓൺലൈനിലൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുന്നവരുടെ നിയോഗങ്ങളും ഇന്ന് ദിവസം ഇവിടെ ഈ ആലയത്തിലായിരുന്നുകൊണ്ട് കർത്താവെ നിൻ്റെ മുമ്പിലായിരുന്നു പ്രാർത്ഥിക്കുന്നവരുടെ നിയോഗങ്ങളെല്ലാം ഞങ്ങൾ പ്രത്യേകം സമർപ്പിക്കും. കർത്താവെ, നിൻ്റെ കരുണ ചൊരിഞ്ഞ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, പൂർണ്ണമായി നിന്നെ ഞങ്ങൾ ആശ്രയിക്കുന്നു, നിൻ്റെ കാരുണ്യത്തിൽ ഞങ്ങൾ ആശ്രയം വയ്ക്കുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ താഴ്സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,